കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നിങ്ങൾക്കറിയാമോ? കൊട്ടാരക്കരയിൽ രണ്ട് ശിവക്ഷേത്രങ്ങളാണ് പ്രധാനം. കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും. പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിന്റെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ചനായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാന്തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി. പെരുന്തച്ചൻ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ കാണുകയും ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ പുരോഹിതൻ അത് നിരസിച്ചു. ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നേക്കാൾ അറിവ് പെരുന്തച്ചനില്ലെന്നുമായിരുന്നു പുരോഹിതന്റെ പ്രതികരണം. നിരാശനായ പെരുന്തച്ചൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി. അപ്പോൾ അവിടുത്തെ പുരോഹിതൻ ശിവനെ നേദിക്കാനായി കൂട്ടപ്പം ഉണ്ടാക്കിയായിരുന്നു. അദ്ദേഹം പുരോഹിതനോട് ഗണപതിയെ ഇവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു. പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ചൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ശേഷം പുരോഹിതനോട് ചോദിച്ചു, ഉണ്ണിഗണപതി എന്തായാലും വിശന്നിരിക്കുകയും എന്താണ് നൈവേദ്യത്തിനുണ്ടാക്കിയിരിക്കുന്നത് എന്ന്. കൂട്ടപ്പം എന്ന് പുരോഹിതനും മറുപടി പറഞ്ഞു. ഒരിലയിൽ 7 കൂട്ടപ്പങ്ങൾ കൊരുത്ത് പെരുന്തച്ചൻ ഗണപതിക്ക് നേദിച്ചു. സന്തുഷ്ടനായ പെരുന്തച്ചൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകും എന്ന് പറഞ്ഞു. ആ പ്രവചനം പിൽക്കാലത്ത് സത്യമായി. പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ചൻ പോയി. ഗണപതി വിഗ്രഹത്തെ കണ്ട പുരോഹിതന് ഗണപതി ഇപ്പോഴും വിശന്നിരിക്കുകയാണെന്ന് തോന്നി. ശിവന് നേദിച്ച അവലും മറ്റും ഗണപതി വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ക്ഷേത്രത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോന്നായി അദ്ദേഹം ഗണപതിക്ക് നേദിച്ചു. എന്ത് നൽകിയിട്ടും ഭഗവാന് തൃപ്തനാകുന്നില്ല എന്ന് കണ്ട പുരോഹിതൻ ഭഗവാന് മുന്നിലിരുന്നു തന്നെ അരിപ്പൊടിയും കദളിപ്പഴവും ശർക്കരയും ചേർത്ത് ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കി നേദിക്കാൻ തുടങ്ങി. അപ്പോൾ വിശപ്പ് നിൽക്കുകയും ചെയ്തു. ഇപ്പോഴും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ പ്രധാന നൈവേദ്യമാണ് ഉണ്ണിയപ്പം. ഇന്ന് ഈ ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് പ്രശസ്തം.